അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ 2 ഐലൻഡ് ആയിട്ട് ജോയിന്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കിടിലം പാലവും കാര്യങ്ങളൊക്കെ ദേ ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ട സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കിവിടെ കുഴിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് പൊന്തിച്ചിട്ടാണ് നമ്മളെ പാലവും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെയും നമ്മൾ അതേപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബർ ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ നമ്മൾ ഈ ഒരു പാലത്തിന് വേണ്ട റിസോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ബിൽഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇൻവെന്ററിയിൽ എടുത്ത് വെക്കാം. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളെ മീനുക്കുട്ടി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ നമുക്ക് മീനുക്കുട്ടിക്ക് പേരിടണം. അതുപോലെ തന്നെ മീനുക്കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 20 ലൈക്ക് അങ്ങ് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ കുറെ അധികം സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നേരെ കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കേണ്ടത്. ഒരു 6 ബ്ലോക്ക് ഹൈറ്റിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ആ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇനി ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്ലാബ് വെച്ചിട്ട് അപ്പുറത്തെ ഐലൻഡ് ആയിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് അവിടെയും സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഏകദേശം പകുതിയോളം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അയൺ ഫാർമൊക്കെ ഇല്ല, അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ക്യാമറയിൽ കാണിച്ചു തരാം. ഇത്രത്തോളം പാലം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പോയാൽ നമ്മളെ പാലം കംപ്ലീറ്റ് ആവും. അങ്ങനെ ഞാനിത് ഈ ഓപ്പോസിറ്റ് സൈഡും സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളെ കണക്റ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പാൽ ഇങ്ങനെ നമ്മൾ കണക്ട് ആക്കി ഞാൻ ഫ്രീ ക്യാമറയിൽ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഇപ്പോൾ നമ്മളെ പാലുള്ളത്. ഇനി തൂണൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പാലം കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇപ്പൊ ഇതൊരു എയറിൽ നിൽക്കുന്ന പോലെയാണ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതാ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിന്റെ അടുത്തായിട്ട് നമുക്കൊരു തൂണ് വെക്കണം. 1, 2. ഓക്കെ, അതേപോലെ ഇത് ഇവിടെ അത്യാവശ്യം വുഡ് വേണ്ടി വരും. നമുക്ക് താഴത്തിറങ്ങാം, എന്നിട്ട് ഇങ്ങനെ തൂണ് വെച്ച് വരാം. ഞാൻ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ തൂണിന്റെ പരിപാടി സ്റ്റെപ്പിന്റെ അടുത്തുള്ളത് കഴിഞ്ഞു. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സെന്ററും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ താഴോട്ടുള്ള തൂണും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചു കൊടുക്കണം. അങ്ങനെ നമ്മള് പാലത്തിന്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തൂണും കൂടി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് സെന്ററിലും കൂടി തൂണ് വെച്ച് കഴിഞ്ഞാൽ പാലം കാണാൻ അടിപൊളിയാവും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ, ഒന്നും പറയല്ലേ. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് സ്ലാബും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ സ്ലാബ് വെച്ചു കൊടുക്കാം. ഇവിടെ എന്തോ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സ്ലാബ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം സെറ്റാണ്. ഓക്കെ, ഇവിടെയും കൂടി വെച്ചു കൊടുക്കാം. ഇനാണ് നമ്മൾ ആ ടാസ്കിലേക്ക് കിടക്കുന്നുള്ളത്. ഇനി ഇതിന്റെ അയ്യോ, ഞാൻ വെച്ച ബ്ലോക്ക് മാറിപ്പോയി. നമുക്ക് എന്തായാലും ഇത് പൊളിച്ചെടുക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ ആക്സും ഇല്ല, പുല്ല്. അപ്പൊ അപ്പുറത്തെ ബ്ലോക്ക് നമ്മൾ പൊളിച്ചെടുക്കണം. ഇനിയാണ് നമുക്ക് ഈ പാലത്തിന്റെ ഏറ്റവും മെയിൻ പണിയുള്ളത്, സെന്റർ കണ്ടുപിടിക്കണം. ഈ പാലത്തിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ തൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് നമുക്ക് തൂണിന്റെ പരിപാടിയല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ 2 തൂണ് വരും. അതുപോലെ തന്നെ ഇവിടെ 4, അതുപോലെ ഇതിന്റെ സെന്ററിൽ 4, ഇവിടെയും 4, ഇവിടെ 2 തൂണ്, ഇങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പൊ ഇനി അങ്ങനെ തൂണ് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലെ താഴെ ഇറങ്ങിപ്പോയിട്ട് ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു പ്രൂസിന്റെ ലോഗ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടിയിലെത്തിയതിന് ശേഷം മൊത്തത്തിൽ സ്ട്രിപ്പ് ചെയ്തെടുക്കണം. അപ്പൊ എന്തായാലും നമ്മൾ അയൺ ഫാർമിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇതാ ഇവിടെ ഞാൻ AFK പോലും നിന്നിട്ടില്ല, എന്നിട്ടും ഇത്രത്തോളം അയൺ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അപ്പൊ നമ്മളെ വില്ലേജർ ബ്രീഡർ ഇതാ ഇത്രത്തോളം പുതിയ വില്ലേജസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത് തന്നെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഒരു 4 തൂണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മൊത്തത്തിൽ തൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ ഗൈസ്, ഞാൻ മൊത്തത്തിൽ തൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തു. അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു ഈ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഭയങ്കര ബോറടി ആയിരുന്നു. അങ്ങനെ തൂണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതിന് നമുക്ക് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഫെൻസ് ഗേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിന്റെ സെൻട്രലായിട്ട് വെച്ചു കൊടുക്കണം. എല്ലാത്തിൻ്റെയും സെൻട്രലായിട്ട് ഈ ഒരു ഫെൻസ് ഗേറ്റും സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ഫെൻസ് മാത്രമായിട്ട് വെച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഫെൻസ് ഗേറ്റ് വെച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം കുറച്ച് ഉണ്ടാവും, കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. അതാണ് ഇത്ര ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത്. ഇപ്പം തന്നെ ഞാനിതാ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോക്ക് ഉണ്ടാവും. ഓക്കെ, കണ്ടോ, ഇതുപോലെ സെൻറ്ററിൽ മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ഫെൻസിന്റെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. സോറി, ഗേറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പാലത്തിന്റെ മൊത്തം വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫെൻസ് ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു, അതുപോലെ തന്നെ ഫെൻസും വെച്ചു കൊടുത്തു. എല്ലാം സെറ്റായി. ഇപ്പൊ കണ്ടോ, പാലം അത്യാവശ്യം കാണാൻ നല്ല ലുക്കില്ലേ. അപ്പൊ ഗൈസ്, ഞാൻ അങ്ങനെ ഒന്നും കൂടി അയൺ ഫാർമിൽ പോയിട്ട് അത്യാവശ്യം അയണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ മീനുക്കുട്ടിക്ക് മീനുക്കുട്ടി എന്നുള്ള പേരിടണം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ മീനുക്കുട്ടി എന്നുള്ള പേര് ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതല്ല. സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു, ഞാനത് ഇടുന്നേ ഉള്ളൂ. ഇനി കട്ടെടുത്തൊന്നും പറയല്ലേ കേട്ടോ. നമുക്ക് എന്തായാലും നെയിം ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറും ഒരു നെഗറ്റും ഉണ്ടാക്കണം. അപ്പൊ എന്തായാലും നമ്മളതിൽ ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു 2 എണ്ണം. അത് വെച്ചിട്ട് ഞാൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെഗറ്റ് ഉണ്ടാക്കിയിട്ട്
3 നെയിം ടാഗ് കിട്ടിട്ടോ നമുക്ക്. 3 നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഒരു നെയിം ടാഗ് മതി. നമ്മളെ അടുത്ത് ഒരു പെറ്റേലേ ഉള്ളൂ. ഇനി നമുക്ക് മീനുക്കുട്ടി എന്നുള്ള പേരിട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും ഒരു നെയിം ടാഗ് വെച്ചു. എന്നിട്ട് ഈ ഒരു പേരെടുത്ത് കളയാം. എന്നിട്ട് മീനുക്കുട്ടി എന്നുള്ള പേര് നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ കുറെ ദിവസമായി മീനുക്കുട്ടിക്ക് മീനുക്കുട്ടി എന്നുള്ള പേരിടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. അപ്പൊ ഇന്നാണ് നമുക്ക് അതിന് സമയം കിട്ടിയത്. അങ്ങനെ നമ്മളിതാ മീനുക്കുട്ടി എന്നുള്ള പേര് കയ്യിലെടുത്തിട്ടുണ്ട്. നമ്മളിതാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനുക്കുട്ടിക്ക് മീനുക്കുട്ടി എന്നുള്ള പേരായി ഗൈസ്. അങ്ങനെ നമുക്കൊരു മീനുക്കുട്ടിയെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ എനിക്കിവിടെ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.